സിജോ സാർ നമസ്കാരം. നമസ്കാരം. ഒരു മലയാളി എന്ന് പറയാൻ പോലും അങ്ങേയറ്റം അറപ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ നാണക്കേടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല. ഏപ്രിൽ 23 പഹൽഗാമിൽ 26 ഇന്ത്യൻ പൗരന്മാരെ മതം ചോദിച്ച് അവിടെ വെടിവെച്ചു കൊന്നു. സ്ത്രീകളല്ല, പുരുഷന്മാരെ മതം ചോദിച്ച് വെടിവെച്ച് കൊല്ലുമെന്ന് പറയുമ്പോൾ അവരുടെ ആധാർ കാർഡ് പരിശോധിച്ചു, അവരുടെ വസ്ത്രം അഴിച്ചു നോക്കിയിട്ടാണ് അവരെ മതം പറഞ്ഞ് വെടിവെച്ചു കൊന്നത്. പഹൽഗാമിലെ ഭീകരവാദ ആക്രമണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കുന്ന ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ഓപ്പറേഷൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചതും ഇന്ത്യയെ ഏറ്റവും കൂടുതൽ വിമർശിച്ചതും ആ 26 പേരെ, അതായത് നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ, മരണപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ 26 പേരെ അങ്ങേയറ്റം നീചവും നിന്ദ്യവുമായ രീതിയിൽ വിമർശിച്ച ഒരു പാകിസ്ഥാൻ ഭീകരവാദിയുണ്ട്. അവനെ ക്രിക്കറ്റർ എന്നൊന്നും പറയാൻ എനിക്ക് ആഗ്രഹമില്ല, അവനൊരു ഭീകരവാദിയാണ്. അപ്പോൾ ഇവൻ അന്ന് അവരെ നീചവും നിന്ദ്യവുമായിട്ട് ആക്ഷേപിച്ചിട്ട് പറഞ്ഞു ഈ ഭീകരാക്രമണം നടത്തിയത് ഇന്ത്യയാണ് എന്ന് പറഞ്ഞു. യവന് ലഷ്കർ ഇ ത്വയ്ബയുമായിട്ട് ലിങ്ക്സ് ഉണ്ട്. യവന്റെ കസിൻ, ഇവൻ ലഷ്കർ ഇ ത്വയ്ബയുടെ ഒരു വലിയ ഭീകരനായിരുന്നു ഇവന്റെ കസിൻ. അപ്പൊ അവന്റെ കസിനെ BSFകാര് വെടിവെച്ച് കൊന്നു കളഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇവൻ ഇന്ത്യയോട് വലിയ ചൊറിച്ചിലാണ്. പോരാത്തതിന് ഇന്ത്യയെ അങ്ങേയറ്റം വൃത്തികെട്ട ഭാഷയിൽ വിമർശിക്കുകയാണ്. അവനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മലയാളി സംഘടന ദുബായിൽ വിളിച്ച് ആദരിക്കുകയാണ്. കള്ള നായിന്റെ മക്കള് എന്ന് മാത്രമേ പറയാനായിട്ട് നിവൃത്തിയുള്ളൂ. അതിപ്പോ നമുക്ക് ഇത് ഭാഷ ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും എന്റെ വികാരങ്ങളാണ് ഇതിലൂടെ പുറത്തുമില്ല. സീരിയസ്ലി എല്ലാവരുടെയും പൗരത്വം റദ്ദാക്കണമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അതാണ് എന്റെ ആഗ്രഹം. കാരണം അങ്ങേയറ്റം നമ്മുടെ രാജ്യത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് അവന്മാർ എടുത്തിരിക്കുന്നത്. അതൊരു കാര്യം ആലോചിച്ച് നോക്കണം. ഈ ഷാഹിദ് അഫ്രീദി അവിടെ വന്നത്, ദുബായിൽ വന്നത് വേറൊരു സാംസ്കാരിക സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ്. ആ പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് യവന്മാര് ഷാഹിദ് അഫ്രീദിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. എന്നിട്ടൊരു കാര്യം ആലോചിച്ച് നോക്കണേ, മെയ് 25 കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ CUBAA ക്യൂബ, അപ്പോ അന്ന് ഇവന്മാര് പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഓഡിറ്റോറിയം പോലും പാകിസ്ഥാന്റെ ഓഡിറ്റോറിയം എടുത്ത് അവിടെ കൊണ്ടുവന്ന് ഇവനെ ആദരിക്കുകയാണ്. ആ ആദരിച്ചപ്പോ ഇവൻ പറഞ്ഞത് കേരളത്തിലുള്ള ജനങ്ങളോട് എനിക്ക് എന്തെന്നില്ലാത്ത സ്നേഹമാണെന്നാണ്. അപ്പോൾ ഈ പാകിസ്ഥാനും കേരളവും തമ്മിൽ വളരെയധികം അഭേദ്യമായിട്ടുള്ള അന്തർധാര ഇപ്പൊ പുലർത്തുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്തിനു പറയുന്നു, തമിഴ്നാട്ടിലുള്ള ആൾക്കാരുടെ പോലും മനസ്സിൽ അങ്ങനെയാണ് അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല, മദ്രാസിൽ നിന്നേ പറയാൻ പറ്റൂ. കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓട്ടിച്ചിട്ടടിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലുള്ള ആൾക്കാർ ഇവന് സ്വീകരണം കൊടുത്തു കഴിഞ്ഞ ശേഷം പാകിസ്ഥാന്റെ നെറേറ്റീവ് ഫുൾഫില്ലായി. പാകിസ്ഥാന്റെ നെറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങളൊന്നും ഈ സർക്കാരിന്റെ കൂടെ അല്ല, ജനങ്ങളെല്ലാം പാകിസ്ഥാന്റെ കൂടെയാണ് എന്നുള്ളതാണ്. ഇപ്പൊ പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഡോൺ അടക്കം എഴുതുന്നത് കണ്ടില്ലേ? അഫ്രീദിക്ക് ഇന്ത്യക്കാരെന്നാണ് പറയുന്നത് കേട്ടോ, ഇന്ത്യക്കാർ കൊടുത്ത സ്വീകരണം കണ്ടില്ലേ? ഇതിൽ നിന്ന് തന്നെ തെളിയുന്ന ഒരു കാര്യം എന്താണ്? ഇന്ത്യക്കാരെല്ലാം അവിടെ മോദിക്കും അവിടെയുള്ള സർക്കാരിനും എതിരാണ് എന്നാണ് അവിടെയുള്ള മാധ്യമങ്ങളടക്കം എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ നയതന്ത്ര പ്രതിനിധികളെ MP-മാരെയും അയച്ച് ഓരോ രാജ്യത്ത് പോയി ഓരോ നെറേറ്റീവ്സ് ബിൽഡ് ചെയ്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ യുവമാര് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ തകർക്കാനുള്ള പരിപാടിയാണ്. എന്താണ് ഇതിൽ തോന്നുന്നത്? അത് അവരുടെ പരിപാടിയുടെ പേര് തന്നെ ഓർമ്മ ചൂടുകൾ എന്നാണ്. പക്ഷെ ഈ ചവിട്ട് കൊടുക്കാൻ ആളില്ലാത്തതിന്റെ കുഴപ്പമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഇവന്മാർക്കിട്ടൊക്കെ ചവിട്ട് കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് പാകിസ്ഥാന് ഒരു പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് ഈ ഷാഹിദ് അഫ്രീദി അങ്ങോട്ട് വരണമെങ്കിൽ അവര് നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു പരിപാടിയാണ്. അതിൽ ഇവന്മാര് കുറെ എണ്ണം പോയി, അത് എന്ത് കാരണം കൊണ്ടാണ് കയറി കൊടുത്തതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പണപരമായിട്ടുള്ള കാര്യം കാണും, ചിലപ്പോൾ വിവരക്കേട് കാണും. എപ്പോഴും വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി വിവരം ഉണ്ടാവണമെന്നില്ല. അപ്പോ അതേപോലെ തന്നെ ഇവന്മാര് അതിൽ ചില മതപരമായ അജണ്ടയുള്ള ആൾക്കാർ കാണും. പിന്നെ ഏഴാംകൂലി രാഷ്ട്രീയമുള്ള, അതിൽ ചില ആൾക്കാരുടെ 1-2 പേരുടെ രാഷ്ട്രീയം നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അവര് ഈ പറയുന്ന ലോകത്ത് വിപ്ലവം കൊണ്ടുവരാനൊക്കെ നടന്ന് എവിടെയോ പോയി പണിയെടുക്കുന്ന ടീമുകളാണ്. അപ്പം ഈ ദുബായിലോ അല്ലെ എവിടെയെങ്കിലും പോയിട്ട് നമ്മള് അറബി കഥ എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ടായിരുന്നു ശ്രീനിവാസന്റെ. അപ്പൊ അതിന്റെ അകത്ത് ടോയ്ലറ്റിൽ പോയിട്ട് പുള്ളി ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനാണ് അതിലെ മെയിൻ ടീം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ പ്രശ്നം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യം ലോകം മൊത്തം ഒരു നരേറ്റീവ് കൊണ്ടുവരികയും അതേപോലെ തന്നെ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് വേണ്ടി പാകിസ്ഥാൻ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നത് കുഴപ്പമില്ല, പാകിസ്ഥാൻകാരനായ ഒരു തമ്മിൽ പാകിസ്ഥാന് വേണ്ടി നിൽക്കുന്ന അത് നമുക്ക് കുഴപ്പമില്ല.
പക്ഷേ ഇവിടെയുള്ള പട്ടാളക്കാരാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന ഈ പഹൽഗാമിലെ ആൾക്കാരെ കൊന്നു എന്നൊക്കെ പറഞ്ഞ്, അതേപോലെ തന്നെ പാകിസ്ഥാന്റെ ആ സോഷ്യൽ മീഡിയ നരേറ്റീവ് ഫുള്ള് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ഈ പറയുന്ന ഷാഹിദ് അഫ്രീദി ഒരു മെയിൻ ആളായിരുന്നു അതിന്റെ. പുള്ളി അതിനുശേഷം റോഡ് ഷോ ഒക്കെ നടത്തിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോ ഈ പാകിസ്ഥാൻകാരനായ ഷാഹിദ് അഫ്രീദിയോ പാകിസ്ഥാൻ ഗവൺമെന്റ് അവരെ നരേറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നതിൽ നമുക്കിപ്പോ ഒന്നും പറയാനില്ല. പക്ഷെ അത് ചെന്ന് കേറി കൊടുക്കാൻ ഈ വകതിരിവില്ലാത്തവന്മാര് കാണിച്ച ഒരു മണ്ടത്തരവും ശരിക്കും പറഞ്ഞാൽ അതിലൊരു ദേശവിരുദ്ധത ഒളിഞ്ഞു കിടപ്പുണ്ട്. അല്ല, അപ്പം ഒളിഞ്ഞു അതൊന്നും കിടക്കുന്നല്ലേ, നമുക്ക് തെളിഞ്ഞു കിടക്കുക ദേശവിരുദ്ധത. ഇത് ആ മണ്ടത്തരമാണെന്ന് പോലും ഞാൻ അതെ കരുതുന്നില്ല. ഇതിൽ എന്താ ദേശവിരുദ്ധത ഒളിഞ്ഞു കിടക്കാനായിട്ടിരിക്കുന്നത്? ഞാൻ പറയട്ടെ, ഈ അതെ ഏപ്രിൽ 7 പഹൽഗാം അറ്റാക്ക് കടന്നു, മെയ് 7 ഈ ഓപ്പറേഷൻ സിന്ദൂർ കടന്നു. അതിനുശേഷം ഷാഹിദ് അഫ്രീദി ഇന്ത്യയെ പച്ചയ്ക്ക് അപമാനിക്കുകയാണ്. ഇന്ത്യ അപമാനിക്കുന്നു, ഇന്ത്യയിലെ ഈ 26 പേരെ അപമാനിക്കുന്നു, പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നു, രാജ്യത്തുള്ള ജനങ്ങളെ അപമാനിക്കുന്നു, ഇന്ത്യയെ പിടിച്ചടക്കുമെന്ന് പറയുന്നു. പോലെ ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോ താങ്കൾ വിചാരിക്കുന്നുണ്ടോ അവിടെയുള്ള ഇവര് പ്രവാസികളാണല്ലോ, പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ഈ കാര്യം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ, ഈ വാർത്ത അറിയുന്നില്ല ഷാഹിദ് അഫ്രീദി എന്ന്? ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ കയ്യിൽ ഒരു ഇന്റർനാഷണൽ വാർത്തയും നമ്മുടെ കേരളത്തിലെ വാർത്തയും കിട്ടുന്നതിന് മുമ്പേ അത് പ്രവാസികളുടെ കയ്യിൽ കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കിട്ടും അപ്പൊ അറിയാതെ കിട്ടും കിട്ടും. ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, മണ്ടത്തരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് അറിയാതെ ചെയ്തതൊന്നല്ല, ഇതിന്റെ ഇംപ്ലിക്കേഷൻ അറിയാൻ മാത്രമുള്ള വിവരമൊന്നും ഇവന്മാർക്ക് പകുതി എണ്ണത്തിനും ഇല്ല. അതില് ഉം. ഈ എന്താ പറയാ, പ്രത്യേകിച്ച് ഇവന്മാർ ഇതിന് പറയുന്ന ഒരു നരേറ്റീവ്, ഞങ്ങൾ പാകിസ്ഥാനികൾ ഞങ്ങളുടെ സബോർഡിനേറ്റ് ആയിട്ടുണ്ട്, ഞങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുണ്ട്, ഞങ്ങളുടെ കൊളീഗ്സ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, അതിൽ തെറ്റൊന്നുമില്ല. വേറെ ഏതൊരു പാകിസ്ഥാനിനെ പോലെ അല്ല ഷാഹിദ് അഫ്രീദിക്ക് അവിടെ ഒരു സ്വീകരണം കൊടുക്കുന്നതും അവരുടെ പ്രോഗ്രാമിന് ക്ഷണിക്കുന്നതെന്നും മനസ്സിലാക്കാനുള്ള ഒരു വകതിരിവ് ബേസിക്കലി വേണം. ഇവരെ Exactly. ആ അത് മാത്രമല്ല, ഈ പാകിസ്ഥാൻ നരേറ്റീവ് ഇന്ത്യയിൽ റണ്ണ് ചെയ്യാനും എസ്പെഷ്യലി സൗത്തിൽ റണ്ണ് ചെയ്യാനുമാണ് ഇവന്മാർ ഈ പണിക്ക് നിന്ന് കൊടുത്തത്. ഇതിന്റെ പുറകില് ഞാൻ പറഞ്ഞത് അറിയാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇംപ്ലിക്കേഷൻ പൂർണ്ണമായിട്ട് അറിയുന്നുണ്ടാവില്ല. എന്താ ഇപ്പൊ അവര് ഡോൺ പോലെയുള്ള പത്രങ്ങൾ എല്ലാം അവര് പറയുന്നത് എന്തോ, ഇന്ത്യയിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ജനങ്ങളെല്ലാം പാകിസ്ഥാന്റെ കൂടെയുള്ള ആ രീതിയിലുള്ള നരേറ്റീവാണ്. ഇവിടെ പാകിസ്ഥാന്റെ കൂടെയുള്ള കുറെ ജനങ്ങളും, അതായത് അവരോട് സിമ്പതൈസേഴ്സ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അവരെ ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട രീതി, ഇവിടെ ഇനഫ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളിലില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, പാകിസ്ഥാനിൽ നിന്ന് ഒരു സ്ത്രീ ഇന്ത്യയിൽ വന്നിട്ട് 8ഉം 10ഉം പെറ്റിട്ട് അവർക്ക് പറയുന്നത് വെച്ചാല് ഇവിടെ ഞങ്ങൾക്ക് താമസിക്കണം, എന്റെ പിള്ളേർ ഇവിടെ ആയി പോകും എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലാണ് അവര് ഒരു നരേറ്റീവ് ബിൽഡ്. അയ്യോ, നമ്മൾ എന്താ ചെയ്യുന്ന, ഒരു പാകിസ്ഥാനി അമ്മേന്റെ കണ്ണീര് കാണുന്നില്ല എന്നൊക്കെയാ ചോദിക്കുന്നത്. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഇന്ത്യക്കാരെ പച്ചയ്ക്ക് പിടിച്ചു നിർത്തി വെടിവെച്ച് കൊന്നു കളയുന്ന പാകിസ്ഥാനിലെ ആൾക്കാര് ഇന്ത്യയിൽ ഉണ്ടേ ചിലപ്പോ അവരുടെ രാജ്യത്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ പറയുന്ന, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡൽഹിയിലൊക്കെ എത്രയാ പേര് പാകിസ്ഥാനിൽ നിന്ന് കല്യാണം കഴിച്ചേക്കുന്നത്. എനിക്കൊക്കെ അതെ. മനസ്സിലാകാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ കല്യാണം കഴിക്കാൻ എന്തുകൊണ്ട് ഇവരെ അനുവദിക്കുന്നു? അവരെ എന്തുകൊണ്ട് ഇവിടെ വന്നിട്ട് താമസിക്കാൻ അനുവദിക്കുന്നു? അവരെ നിങ്ങൾ തന്നെ ഓർക്കുക, ആ സ്പൈ ആയിട്ട് വന്നിട്ട് ഒരു പെണ്ണുങ്ങള് വന്നിരുന്നല്ലോ, അവര് പാകിസ്ഥാനിൽ പോയി കല്യാണമൊക്കെ കഴിച്ച് അവിടെ ISIയുടെ സപ്പോർട്ടോടുകൂടി തോക്കുമായിട്ട് ആയുധധാരികളാണ് ഇവർക്ക് കാവല് നിൽക്കുന്നത്. അതായത് ഒരു ജ്യോതി യൂട്യൂബർ മൽഹോത്ര. പെണ്ണുങ്ങൾ. അതെ. അപ്പൊ ഇതൊന്നും ഗവൺമെന്റ് അറിയുന്നില്ല എന്നുള്ള. അറിഞ്ഞാൽ ഇത് ഇന്ത്യയുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. ഒരു ജനാധിപത്യത്തിൽ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെടുക്കാൻ സമയം വരും. ഒരു ഏകാധിപത്യ രാജ്യമാണെങ്കിൽ ഞാൻ പറയാം, അവരൊരു മിനിമം ഒരു 20 വർഷം ജയിലിൽ കിടക്കാനുള്ള പണിയാണ് ഇപ്പൊ ഈ പറയുന്ന സ്വീകരണമായിട്ട് എടുത്തു വെച്ചേക്കുന്നത്. ഒരു ഏകാധിപത്യ രാജ്യമാണെങ്കിൽ 100% അത്. പക്ഷെ ജനാധിപത്യ രാജ്യമാകുമ്പോൾ ഇവർക്ക് ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഇവര് പറയും, അയ്യോ അങ്ങനെ അതിന്റെ പേരിൽ ഞങ്ങൾ ക്രിക്കറ്റർ എന്ന നിലയിലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതൊന്നുമല്ല. അതിന്റെ റിയൽ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് പാകിസ്ഥാൻ നരേറ്റീവ് ഇന്ത്യ റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് മനഃപൂർവ്വം ചെയ്തതാണ്. ഇതിന് കനത്ത ശിക്ഷ തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലെന്ന് പറയും. അറിയത്തില്ലാത്ത ആൾക്കാരൊന്നുമല്ല, അവർ ബിടെക് കഴിഞ്ഞ് അല്ലെങ്കിൽ MTech കഴിഞ്ഞിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇത്ര മന്ദബുദ്ധികളാണ് അവിടുന്ന് നമ്മൾ കയറ്റിവിടുന്നത്. അത് അത് മാത്രമല്ല, ഇവരെല്ലാം ഇത് ബിടെക്കും MTechും കഴിഞ്ഞ ഒരു ആൾക്കാരുടെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവന്മാരാണല്ലോ പോയി വിളിച്ചോണ്ട് വന്നേക്കുന്നത്. അപ്പൊ അവർക്ക് ആ കൂട്ടത്തിലുള്ള ബാക്കി എത്ര പേരെക്കാളും ഒരു ഇതുണ്ടാവും. അപ്പൊ ഇതിന് കനത്ത എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടികൾ ശരിക്കും പറഞ്ഞാൽ സ്വീകരിക്കേണ്ടതാണ്. പക്ഷെ നിലവിലെ നിയമങ്ങൾ അനുസരിച്ച്
അത് എത്രമാത്രം പ്രാപ്യമാണെന്ന് എനിക്കറിയത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ ഒരു നിയമ സംവിധാനത്തിൽ ഒരു കാര്യം ഒന്ന് വർക്കൗട്ട് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഏഹ് പക്ഷെ ഇവരെ പോലെയുള്ള ആൾക്കാരെ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് മാത്രമേ നിലവിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മാർഗമുള്ളൂ. അല്ലാതെ അവരെ പൗരത്വം റദ്ദാക്കാൻ മാത്രം ഉള്ള എന്നാ നിയമങ്ങൾ ഇന്ത്യയിലില്ല. ഏഹ് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നമ്മൾ എന്താ പറയാ ഒരു നല്ല നടപ്പിന് വേണ്ടിയിട്ട് വിധിക്കേണ്ട ആൾക്കാരാണ് അവർ. ഈ കോടതിയിലൊക്കെ ചെറിയ അല്ലെങ്കിൽ ഒരു പെറ്റി കേസൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല നടപ്പിന് കുറെ ഇത് കൊടുക്കുമല്ലോ. അതേപോലെ ഇങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം. കാരണം അല്ലെങ്കിൽ മിനിമം എന്നാന്ന് വെച്ചാൽ ഇവരെ ഒന്ന് ഈ നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളുടെ ഈ ബോർഡർ ഏരിയാസിലൊക്കെ പോയിട്ട് പട്ടാളക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 ദിവസം നിർത്തണം. അതായത് പാകിസ്ഥാനിൽ നിന്ന് ഷെല്ലിംഗ് ഒക്കെ നടത്തുമ്പോൾ ഇവനെല്ലാം പിടിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇന്ത്യൻ പൗരന്മാരാണല്ലോ, നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏഹ് ഈ തീവ്രവാദ പ്രശ്നമുള്ളിടത്തും അതേപോലെ തന്നെ പട്ടാളക്കാര് അതിർത്തി കാക്കുന്നിടത്തും ഇവനെല്ലാം നൈറ്റ് പെട്രോളിങ്ങിനൊക്കെ ജസ്റ്റ് നമ്മളിപ്പോ സ്റ്റുഡന്റ് പോലീസ് ഉണ്ട്, അതേപോലെ NCC ഉണ്ട്, NSS ഉണ്ട്. ഇവന്മാരെയൊക്കെ ഒന്ന് പിടിച്ചോണ്ട് പോയിട്ട് ഇവന്മാർ ആ അതിർത്തിയിൽ എന്നാ നടക്കുന്നത്, ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് എന്താണ്, എന്തുകൊണ്ടാണ് നമുക്ക് അറ്റാക്ക് ചെയ്യേണ്ടി വരുന്നത്, അവിടെയുള്ള ആൾക്കാരുടെ ജീവനും സ്വത്തിനും എന്തുമാത്രം പ്രശ്നം ഇവന്മാർ ഉണ്ടാക്കുന്നുണ്ട്. ഇവനൊക്കെ തിന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് കയറിയതിന്റെ അസുഖം. അത് നമ്മള് ഹാൻഡിൽ ചെയ്യേണ്ടത് വേറൊരു തരത്തിലാണ്. ഈ രാജ്യത്തെ നിലവിലെ നിയമ സംവിധാനങ്ങളൊന്നും ഇത് പോരാന്നാണ് എന്റെ അഭിപ്രായം. കാരണം വെച്ചാൽ അതിന് തക്കതായ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയും ഇത്തരം നരേറ്റീവ് ബിൽഡ് ചെയ്യുന്നവരെ അവരെ സഹായിക്കുന്നവരെയും ഒക്കെ നമ്മൾ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിലെ എത്ര പത്രങ്ങൾ, എത്ര മാധ്യമങ്ങൾ പാകിസ്ഥാൻ നരേറ്റീവ് ഇന്ത്യ റൺ ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് എനിക്ക് മനസ്സിലാകുന്നത് പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു ജാതി എന്നാ പറയുന്നത്, ഈ ഇവര് ബാക്കി മലയാളികളെ കൂടി നാണം കെടുത്തുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ചെല്ലുന്നത്. അതായത് നമ്മൾ മലയാളികളാണ്, നമ്മൾ ഇതുപോലത്തെ ചെറ്റപ്പണി എടുക്കുന്നുണ്ട്. ഇതുപോലത്തെ പന്നന്മാരല്ലാത്ത ആൾക്കാരാണ് 80% മലയാളികളും. ബാക്കി 10-20% വൃത്തികെട്ട ഈ പണിയെടുക്കുന്നവന്മാരുടെ എല്ലാം അവശിഷ്ടങ്ങൾ നമ്മൾ ചുമക്കേണ്ട ഒരു അവസ്ഥയിലോട്ടല്ലേ പോകുന്നത്. കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാല് അപ്പൊ ഈ ഇന്നാള് ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നല്, ഈ പണ്ടൊരിക്കലും എന്നോട് ഒരു നോർത്ത് ചോദിച്ചാണ്, നിങ്ങൾ ഇവിടുന്ന് ഫുള്ള് തീവ്രവാദം കയറ്റുമതി ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ ആണല്ലോ എത്തിയത്, നിങ്ങളുടെ ആൾക്കാരാണല്ലോ സിറിയയിലോട്ടും ഇറാഖിലോട്ടും ഒക്കെ പോകുന്നത്, ഇതെന്താ പരിപാടി? ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്? അല്ല നിങ്ങളുടെയൊക്കെ കഴുത്തില് കാശ്മീരിലെ പോലെ ഈ തീവ്രവാദികൾ കത്തിവെക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തൂലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ശങ്കരാചാര്യരെ വലിച്ച് അങ്ങോട്ട് ഇടേണ്ടി വന്നു. അതായത് ഇന്ത്യയിലെ ഒരു ഹിന്ദു റിവൈവൽ നടത്തിയ ശങ്കരാചാര്യ ആയിരുന്നു, അങ്ങേര് മലയാളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ഇൻഷുറൻസ് പോളിസി എടുത്തുകൊണ്ട് ആ തൽക്കാലമുള്ള നാണക്കേട് മാറിക്കിട്ടി. പക്ഷെ അതുപോലത്തെ കാർഡുകൾ നമുക്ക് എപ്പോഴും എടുത്ത് ഉപയോഗിക്കാൻ പറ്റൂല. ഇതുപോലെയുള്ളവന്മാർ ഇപ്പൊ ചെറ്റപ്പണി കാണിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ശരിക്കും ഇവന്മാരെ ശരിക്കും പറഞ്ഞാൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും എന്തെങ്കിലും മാതൃകാപരമായി ശിക്ഷിക്കുകയും പിന്നെ ഇവനൊക്കെ ഒരു അത്യാവശ്യം വകതിരിവ് ഉണ്ടാക്കുന്ന പരിപാടി ചെയ്യുകയും വേണം. ഇതിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട വേറൊരു കാര്യം കൊണ്ടുണ്ട്, അതുകൂടെ ചർച്ച ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കും. ഈ ഭീകരവാദം നമ്മുടെ നാട്ടിൽ, അതായത് പ്രത്യേകിച്ച് കേരളത്തിൽ നോർമലൈസ് ചെയ്യപ്പെടുന്നുണ്ടോ? കാരണം ഇപ്പൊ ഭീകരവാദം എന്നൊക്കെ കേട്ടു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്താണ്, ഭീകരവാദം അത്രയല്ലേ ഉള്ളൂ എന്നൊരു തോന്നൽ ഇവന്മാർക്കുണ്ട്. അത് ഇവന്മാര് ചെയ്യാനായിട്ട് ഇവന്മാര് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ISS = RSS = HDFC = ICICI എന്നൊക്കെ പറഞ്ഞ് ഇവന്മാര് ഇറക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. RSS പോലെയാണ് ഐസിസ് എന്നാണ് ഇവന്മാരുടെ ഒരു പ്രധാനപ്പെട്ട നറേറ്റീവ് എന്ന് പറയുന്നത്. RSS പോലെയാണ് ഐസിസ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ജനങ്ങള്, സാധാരണ ഹിന്ദുക്കൾ പോലും ചിന്തിക്കുന്ന RSS ഒരു രാജ്യം ഭരിക്കുന്നു, ഇന്ത്യയിൽ വളരെ സുഖകരമായിട്ട് ആൾക്കാർ മുന്നോട്ട് പോകുന്നു, പല പല കാര്യങ്ങൾ മുന്നോട്ട് നടക്കുന്നുണ്ട്, ഇവിടെയുള്ള ചില മതമൗലികവാദികൾക്ക് അവന്മാരുടെ അജണ്ട നടപ്പിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള യവന്മാര് നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ചാകുന്നവന്, അതായത് ഭീകരവാദികൾക്ക് മതമില്ല എന്നാണ് യവന്മാര് പറയുന്ന അടുത്തൊരു നറേറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കാര്യം, ഇവിടെ ഹമാസിന്റെ മറ്റേ ഒരു വേട്ടാവളി ഉണ്ടല്ലോ, ഹമാസിന്റെ ചത്തു തൊലഞ്ഞ അവന്റെ മറ്റേ തിടമ്പേറ്റി ഇവിടെ ആനപ്പുറത്തേറ്റി ഇവിടെ വലിയ രീതിയിലുള്ള ഇത് നടക്കുന്നു. പോരാത്തതിന് ISIS-ന്റെ ഒക്കെ പ്രചാരണം ഇവിടെ അന്തർധാരയിൽ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പിന്നെ ഇവിടെ ഈ ഇപ്പോ കണ്ടില്ലേ, ഇപ്പൊ പാകിസ്ഥാന്റെ ഇന്ത്യയെ അധിക്ഷേപിച്ച ഒരുത്തൻ, അവിടെയുള്ള ഒരു ഭീകരവാദി ലഷ്കർ-ഇ-തോയ്ബയായിട്ട് ടൈപ്പുള്ള ഒരുത്തനെ വിളിച്ച് ആദരിച്ചിരിക്കുന്നു. ഇതൊക്കെ മലയാളിക്ക് അതിഭീകരമായിട്ട് എന്താ പറയുക, നോർമലൈസ് ആയി പോവുകയാണോ ഭീകരവാദം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇവന്മാരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭീകരവാദത്തിന് മതമില്ല, ഇവിടെ ഭീകരവാദത്തിന് മതമില്ലെന്നാണ് ഇവന്മാര് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവന്മാര് അതിന് ഉപയോഗിക്കുന്ന കാര്യം ഹിന്ദുത്വ തീവ്രവാദികളാണ്, മറ്റേ ഭീകരവാദത്തിന് അതിന് മതമില്ല. ഹിന്ദുത്വത്തിൽ തീവ്രവാദികളുണ്ട്, മറ്റേ ഭീകരവാദത്തിൽ മതമില്ല എന്ന ഇവന്മാരുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. രണ്ടാമത്തെ കാര്യം, യവന്മാർ ഈ ഹിന്ദുത്വ ഭീകര സംഘടനയാണ് RSS എന്ന് പറയുന്നു. അപ്പൊ ഭീകരവാദത്തിന് മതമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഭീകരവാദ സംഘടനകളുടെ ലിസ്റ്റിൽപ്പെട്ട അതിനകത്ത് RSS ഒന്നുമില്ല.
RSS ഇല്ല, ക്രിസ്ത്യൻ ഉം. സംഘടനകൾ തീരെ ഇല്ല. അപ്പൊ അതിനകത്തുള്ള ചില സംഘടനകളുടെ എടുത്തു നോക്കിയപ്പോൾ അതിനകത്തുള്ള സംഘടനകൾ ആഫ്രിക്ക മുതൽ ഈ 7 കോണ്ടിനെന്റ്സിലുള്ള സംഘടനകൾ, അതിവിടെ വായിച്ചാൽ തീരത്തില്ല, 100-150 സംഘടനകൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഒന്നിനും മതമില്ല എന്നുള്ളതാണ്. ഇപ്പൊ അൽ ഷബാബ്, അൽ മുറ്റബിറൂൻ, അൽ ഖ്വയ്ദ ഇസ്ലാമിക് മഗ്രീബ്, അൽ ഖ്വയ്ദ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള, അൽ ഖ്വയ്ദ അറേബ്യൻ ഉപദ്വീപ്, ഹമാസ് ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ്, ഹിസ്ബുള്ള, അൻസാർ അൽ ഷറിയ ബംഗാസി, അസ്ബദ് അൽ അൻസാർ, ഐസിസ് സിറിയ, ഐസിസ് ലിബിയ, ഐസിസ് യമൻ, ഐസിസ് അൾജീരിയ, ഐസിസ് ഫിലിപ്പീൻസ്, ഇങ്ങനെ 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 പോവുകയാണ്. അതിങ്ങനെ വായിച്ചാൽ തീരത്തില്ല. അപ്പോ ഈ ഭീകരവാദം കേരളത്തിൽ നോർമലൈസ് ചെയ്യപ്പെടുന്നത് നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമല്ലേ? ഇപ്പം കഞ്ചാവൊക്കെ ഇപ്പം നോർമലൈസ് ആയി കഴിഞ്ഞു. ഇപ്പൊ 5 ഗ്രാം കഞ്ചാവ് കയ്യിലില്ലെങ്കിലാണ് സത്യം പറഞ്ഞാൽ ഒരു നാണക്കേട് എന്നുള്ള രീതിയിൽ മലയാളി എത്തിയിട്ടുണ്ട്. 5 ഗ്രാം കഞ്ചാവില്ലെങ്കിൽ നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നുള്ള രീതിയിൽ എത്തി. അതുപോലെ ഇപ്പൊ ഭീകരവാദം നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റിലല്ലേ നമ്മുടെ ഈ സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കുന്നത്? അത് ഭീകരവാദം നോർമലൈസ് ചെയ്യപ്പെടുവാണോ കേരളത്തിൽ എന്ന് ചോദിച്ചാൽ 100% അതെ. അതിന് കൃത്യമായിട്ടുള്ള വിദേശ ഫണ്ടിങ് കേരളത്തിൽ പലരും പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, കേരളത്തിൽ ഇതിനൊക്കെ അംബ്രല ഓർഗനൈസേഷൻസ് ആയി നിന്നു കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഒറ്റ നോട്ടത്തിൽ മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ സിമ്പൽ ആയിട്ടൊക്കെ അവർ സ്വയം അവതരിപ്പിക്കുമെങ്കിൽ പോലും ബാക്കിയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ എല്ലാം സഹായിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ രണ്ട് പക്ഷത്തും ഉണ്ട്. പല വേഷം കെട്ടും. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കിയറിയാം, പാകിസ്ഥാനില് നമ്മള് യുദ്ധം നടത്തി തകർത്ത പല മതപഠന കേന്ദ്രങ്ങളല്ല, തീവ്രവാദ കേന്ദ്രങ്ങൾ പലതും ഇതുപോലത്തെ വലിയ സെറ്റപ്പ് ആയിരുന്നു. അതുപോലത്തെ സെറ്റപ്പുകൾ കേരളത്തിൽ പലയിടത്തും ഇപ്പൊ ഉയർന്നു വരുന്നുണ്ടോ എന്ന്. പിന്നെ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മുസ്ലിം സമൂഹത്തില് ഈ ഇതിനോടൊന്നും താല്പര്യം ഇല്ലാത്തവരാണ് ഒരു 80-85%, ടു ബി ഫ്രാങ്ക്. പക്ഷെ അവർക്ക് ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് ഇതിനെ ചോദ്യം ചെയ്യാൻ അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അല്ല, ഞാൻ പേഴ്സണലി എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാരോട്ട് ഇവരുടെ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ഒരു 80-85% ഇതിനോട് താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ ഇതിലെ പ്രശ്നം എവിടെയാ വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ 15% വരുന്ന റാഡിക്കലൈസ് ചെയ്യപ്പെട്ടവര് അവരെന്താ എപ്പോഴും പറയുക, അവര് മതത്തെ മുന്നിൽ നിർത്തിയിട്ട് ഇരവാദം ചെയ്യും. അപ്പം സാധാരണ ഒരു വിശ്വാസി എന്താ വിചാരിക്കുന്നത്, അയ്യോ എന്റെ മതത്തെ, എന്റെ ആൾക്കാരെ എല്ലാം ഇവിടെയുള്ള എല്ലാരും കൂടെ കൂടി അടിച്ചമർത്തുവാണ്, അല്ലെ എന്റെ ആൾക്കാരെ ഇവരെല്ലാരും കൂടെ കൂടി കൊന്നൊടുക്കുവാണെന്നുള്ള തരത്തിലുള്ള നരേറ്റീവ്സ് എവിടെയെങ്കിലും നടന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവര് വീഡിയോ എടുത്തോണ്ട് വരുക. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ക്രിസ്ത്യൻ സംഘടനകൾ BJP ആയിട്ട് അടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർ ഉത്തർപ്രദേശിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ഒപ്പിച്ച്, അല്ല ഇവര് തന്നെ പൈസ കൊടുത്തിട്ട് അടിച്ചുകൊണ്ട് വരും. അപ്പം അത് ഞാൻ വേറെ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇതിന് ഇപ്പൊ പറയുന്ന ഈ 85% ആൾക്കാർ ചെയ്യുന്ന തെറ്റ് എവിടെയാന്ന് വെച്ചാല്, നമ്മളുടെ ഈ ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളാണെങ്കിൽ എന്റെ സംരക്ഷകരാണ് ഈ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട 15% എന്ന് ഞാൻ എവിടെയെങ്കിലും വിശ്വസിച്ചു പോയാൽ അത് എനിക്കും എന്റെ സമൂഹത്തിനും, അതായത് ഞാൻ ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ എന്നുള്ളത് അവർക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം വെച്ചാല് അത് പലർക്കും മനസ്സിലാവുന്നുമുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഇപ്പൊ ഗാസയിൽ തന്നെ ഇസ്രായേൽ വല്ലാണ്ട് ബോംബിടുന്നുണ്ട്. അവിടെയുള്ള ഒരു 50 അല്ലെ 60% ആൾക്കാര് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത സാധാരണക്കാരായിരുന്നിരിക്കും. പക്ഷെ അവിടെ ആ വളർന്നു വന്ന 40%പ്പെട്ട തീവ്രവാദികളെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കൊണ്ട് എന്ത് പറ്റി, അതിന്റെ ഇഫക്റ്റ് ബാക്കി ടോട്ടൽ 100% അടിക്കും. കേരളത്തിൽ എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ നമ്മൾ ഒരിക്കലും അതൊരു മതപരമായ ആംഗിൾ ഉണ്ടെങ്കിൽ പോലും അതില് ഒരിക്കലും അതൊരു മതത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത് നമ്മൾക്ക് ഒരിക്കലും അത് ശരിയല്ല. കാരണം വെച്ചാൽ ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കൂ, ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ പറത്തിയതില് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാരുണ്ട്. ഇന്ത്യയിൽ തന്നെ മിലിറ്ററിയിലുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള നല്ല ആൾക്കാർ പോലീസിലും പട്ടാളത്തിലും എല്ലാം ഉണ്ട്. അപ്പൊ ഒരു 15% 50 അല്ല അല്ല, ഇതില് 15% താങ്കൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ എനിക്കൊരു പ്രശ്നം തോന്നുന്നുണ്ട്. കാരണം നമ്മളിത് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളുടെ തലയിൽ ഒരിക്കലും കെട്ടിവെക്കാൻ ഇത് ശ്രമിക്കുന്നില്ല. അത് നമ്മൾ അങ്ങനെ ശ്രമിക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നാണ് എന്റെ ചോദ്യം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ തീവ്രവാദികളെ പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് കൊള്ളുന്ന എന്തിനാണ്? അതാണ് എന്റെ ചോദ്യം. അതെ, അതിലെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരിലോട്ട് എത്തുന്ന നരേറ്റീവ്സ്. നിങ്ങളിപ്പോ ആലോചിക്കുക, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്ന സബ്ജക്റ്റ് തന്നെ ഇവിടുന്ന് പഠിച്ച് അറബി നാടുകളിൽ പോയിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഈ ഒരു ബുദ്ധിയും ഇത്ര വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇത്ര ബുദ്ധിയും ബോധമില്ലാത്ത വെകിട് കാണിച്ച് അമ്മമാർക്ക് ഇതുപോലെ മണ്ടത്തരം കാണിക്കാൻ പറ്റുമെങ്കിൽ ഈ സാധാരണ മനുഷ്യരെ എത്ര കണ്ട് ഇവർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. നിങ്ങൾ ആലോചിക്കണം, ഇത്ര വിദ്യാഭ്യാസം ഉണ്ട്, വിദേശത്ത് പോയി എക്സ്പോഷർ ഉണ്ട്,
അവർക്ക് അവർ ചെയ്യുന്നതിന്റെ ഗ്രാവിറ്റി എന്താണെന്ന് വരെ അറിയത്തില്ലെങ്കിൽ ഈ സാധാരണ ഒരു കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർ പാവങ്ങളെ ഇവർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുമ്പോൾ പോലും ഞാൻ പറഞ്ഞ അർത്ഥത്തിൽ എന്താന്ന് വെച്ചാൽ ഒരു 80-85% ഈ ഒരു 15% ആണ് ബേസിക്കലി ഇതിനോട് റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ആൾക്കാർ. അവര് ആണ് നമ്മുടെ സംരക്ഷകരെന്ന് ആരെങ്കിലും ഒക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റർ കമ്മ്യൂണിറ്റി, അതായത് ഇപ്പം ഈ കമ്മ്യൂണിറ്റിന്റെ അല്ല ഏതൊരു കമ്മ്യൂണിറ്റിന്റെ ആണെങ്കിലും എൻ്റർ കമ്മ്യൂണിറ്റിനെ അത് ബാധിക്കും. അത് തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് മാറുക മാത്രമേ ഇതിലെ രക്ഷയുള്ളൂ. അപ്പം കേരളത്തില് ഇതിന് വളം വെച്ച് കൊടുത്തത് കേരളത്തിലെ LDF UDF തന്നെയാണ്. അത് ചെറിയൊരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ പേര് ചെയ്തതാണ്. ഒരിക്കലും നമ്മള് അത് ഞാൻ പറയുന്നത് സാധാരണ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യരെ അവര് വില കുറച്ച് കാണുന്നോണ്ടാണ്. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു തീവ്രവാദിയായ ഒരുത്തനെ എക്സ് ഓർ വൈനെ കേരള ഗവൺമെന്റോ അല്ല കേരളത്തിലെ പോലീസോ ഒന്ന് അവനെ കൈകാര്യം ചെയ്യുകയോ അല്ലെ അവനെ വെടിവെച്ച് കൊല്ലുകയോ അല്ലെ അവന്റെ സംഘടന നിരോധിക്കുകയോ ചെയ്താൽ സാധാരണ മനുഷ്യർക്ക് എന്തിനാ പ്രശ്നമുള്ളേ? ഒരു പ്രശ്നമില്ല. അത് അത് ഒരു അവർക്കുള്ള പ്രശ്നമാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ പ്രൊജക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ടാക്കാനും അവരെ ഇവരുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് അനുസരിച്ച് മാറ്റിയെടുക്കാനും വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ശരിക്കും എൻ്റെ ഒരു നോട്ടത്തിൽ കേരളത്തില് ഇവിടെയുള്ള ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മുസ്ലിമിനാണെങ്കിലും ക്രിസ്ത്യാനിനാണെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് കുത്തിവെക്കുന്നത് വോട്ട് ബാങ്കിന് വേണ്ടി ആണെങ്കിൽ പോലും അതുണ്ടാക്കുന്ന ദൂരവ്യാപകമായ ഒരു ഇംപ്ലിക്കേഷൻസ് ഇവർ ഒറ്റയാണ് പഠിക്കും. ഇവർക്ക് ഇന്നത്തെ കാര്യം നടന്നാൽ മതി. ഈ രാജ്യം നമ്മൾ ഒരു 10-50 കൊല്ലം കഴിയുമ്പോൾ അല്ലെ ഇന്നോ നാളെ അല്ലെങ്കിൽ കുറച്ച് വർഷം കഴിയുമ്പോൾ നമ്മളൊക്കെ ചത്തുകെട്ട് പോകും. ഈ രാജ്യം നിലനിൽക്കണ്ടേ, ഇവിടുത്തെ ഒരു കൾച്ചർ നിലനിൽക്കണ്ടേ. അപ്പം ആ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടി അല്ല, അത് രാഷ്ട്രത്തിന് വേണ്ടിയായിരിക്കണം. അതായത് ആ ഒരു നരേറ്റീവ് ആ ഒരു ഇത് അനുസരിച്ച് വേണം പെരുമാറാൻ. കേരളത്തിലുള്ള LDF ആണെങ്കിലും UDF ആണെങ്കിലും ഈ LDF പിന്നെയും ഭേദമാണെന്ന് ഞാൻ പറയും. അവർ കുറച്ച് ഒരു 1, 2, 10, 8 വർഷമായിട്ടുള്ള ഒരു ആ ലെവലിലോട്ട് ഒരു രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ UDF പണ്ട് തൊട്ടേ ഈ കേരളത്തിലെ സംവരണങ്ങളിലും അല്ലെങ്കിൽ അവരുടെ ഒരു കേസിൽ ഒരാൾ പിടിക്കപ്പെട്ടാലും പണ്ട് തൊട്ടേ ഈ നരേറ്റീവ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അത് ആണ് കേരളത്തിലെ അപകടം. അതിൽ ഈ ഇതുപോലത്തെ സംഘടനകളെ കേരളത്തിൽ അടിച്ചൊതുക്കുക എന്ന് പറഞ്ഞാല് കേരള പോലീസ് വിചാരിച്ചാൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിന് വിടാതെ ഈ പറയുന്ന ഒരു നരേറ്റീവ് ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ച മലയാളികളെല്ലാം ഇതിന്റെ ഒരു സിമ്പതൈസേഴ്സ് ആണ് വരുത്തി തീർക്കുന്നതിന്റെ പ്രൈം ആയിട്ടുള്ള കുറ്റവാളികൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളാണ്. അത് 100% ആണ്. കേരളത്തിലെ ജനങ്ങളിൽ അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊന്നുമില്ല, ഒരു 80-85% ഇതിനോടൊന്നും ഒരു യോജിപ്പില്ലാത്ത മനുഷ്യരാണ്. പക്ഷെ അവർക്കൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. ഇപ്പം എന്നാ പറയാ, ഒന്നുകിൽ UDF വോട്ട് ചെയ്യുക അല്ലെ LDF വോട്ട് ചെയ്യുക. ഇപ്പൊ BJP എന്ന് പറഞ്ഞ പാർട്ടി ഇവിടെ ഉണ്ട്, ഒരു 10-15% 20% വോട്ടുണ്ട്. അവർക്ക് അത് ഒരു കൃത്യമായിട്ടൊരു ഇലക്ടറൽ വിക്ടറിയിലോട്ട് മാറ്റാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇവരിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു നാരേറ്റീവ് ഉണ്ട്. അപ്പം ആ ഒരു ഒരു പ്യൂർ നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിൽ ആവശ്യമാണ്. ഈ ഒരു പോക്ക് അധികം കാലം പോകാൻ പറ്റില്ല. അപ്പം മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതൊരു മറ്റൊരു ഇന്ത്യക്കാരനെ പോലെ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒരു 80-85%. പക്ഷെ തിരിച്ചൊരു നരേറ്റീവ് ഉണ്ടാക്കുന്നത് മലയാളി എന്ന് പറഞ്ഞ് തിരിക്കുക, കന്നഡക്കാരൻ എന്ന് പറഞ്ഞ് തിരിക്കുക, അതേപോലെ തമിഴൻ എന്ന് പറഞ്ഞ് തിരിക്കുക. ഇതിന്റെ എല്ലാം പുറകിൽ കൃത്യമായിട്ട് അജണ്ട ഉണ്ട്. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടോ ഇന്നലെ കമൽഹാസൻ പറഞ്ഞ കന്നഡ തമിഴ് കാര്യത്തിൽ പറഞ്ഞ അതൊന്നും ഒന്നും അറിയാതെ പറഞ്ഞൊന്നുമല്ല. അത് കൃത്യമായി പിൻ പോയിന്റ് ആയിട്ടുള്ള രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് ആണ്. അവര് രാഷ്ട്രീയം കളിക്കുവാണ് ഈ മതം വെച്ചും ഈ ഭാഷകൾ വെച്ചുമാണ്. അത് ശരിക്കും പറഞ്ഞാൽ തീർത്തും അപകടം ചെയ്യുന്ന ഒരു ഇടപാടാണ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്.